അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് അശ്വിൻ വിരമിച്ചു. നേരത്തെ ഏകദിന 2020 ക്രിക്കറ്റിൽ നിന്ന് അശ്വിൻ വിരമിച്ചിരുന്നു. IPL-ൽ അശ്വിൻ തുടരും. ഗാബ ടെസ്റ്റിന് പിന്നാലെയാണ് അപ്രതീക്ഷിത വിരമിക്കൽ പ്രഖ്യാപനം. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് രുചീഷ് വി രവീന്ദ്രനുണ്ട്. രുചീഷ്, എന്താണ് ഇത്തരത്തിലൊരു തീരുമാനത്തിന് പിന്നിൽ? തീർച്ചയായും അതിന് അപ്രതീക്ഷിതമായി തന്നെയാണ് അശ്വിന്റെ ഒരു വിരമിക്കൽ പ്രഖ്യാപനം ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് ഇന്ന് ഗാബ ടെസ്റ്റ് ഏറ്റവും ആവേശകരമായ തലത്തിൽ പോകുമ്പോഴാണ് മഴ എത്തിയത്. മഴയ്ക്ക് പിന്നാലെ ഇരു ടീമും സമനില പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് അശ്വിന്റെ ഒരു വിരമിക്കൽ പ്രഖ്യാപനം വരുന്നത്. ഈ ഗാബ ടെസ്റ്റിൽ അശ്വിൻ പങ്കെടുത്തിരുന്നില്ല. അശ്വിന് പകരം ജഡേജയായിരുന്നു ടീമിൽ ഉണ്ടായിരുന്നത്. പക്ഷേ അശ്വിനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ സ്പിന്നർമാരിൽ ഏറ്റവും കൂടുതൽ വിജയങ്ങൾ ഇന്ത്യക്ക് സമ്മാനിച്ച താരങ്ങളിൽ ഒരാളായി വിലയിരുത്തപ്പെടുന്ന താരമാണ് അശ്വിൻ. പ്രത്യേകിച്ച് ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ രണ്ടാമത്തെ ബൗളറാണ് അശ്വിൻ. അനിൽ കുംബ്ലെക്ക് തൊട്ടു പിന്നിൽ രണ്ടാമത്തെ ബൗളറാണ്. 106 ടെസ്റ്റിൽ നിന്ന് 537 ടെസ്റ്റ് വിക്കറ്റുകൾ നേടിയ താരമാണ് അശ്വിൻ. പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഒരു തിരിച്ചുവരവ്, സുവർണ കാലഘട്ടം തിരിച്ചു വരുന്നത് മഹേന്ദ്ര സിംഗ് ധോണിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ടീം പിന്നീട് ലോക കിരീടങ്ങൾ നേടുന്നതോടെയാണ്. ആ തിരിച്ചുവരവിൽ വളരെ നിർണായകമായ ഒരു താരമായി തന്നെയാണ് അശ്വിനെ വിലയിരുത്തപ്പെടുന്നത്. പ്രത്യേകിച്ച് 2011 ലോകകപ്പ് നേട്ടം, 2013 ചാമ്പ്യൻസ് ട്രോഫി കിരീട നേട്ടം, പിന്നാലെ ഏഷ്യ കപ്പ് കിരീട നേട്ടം, അങ്ങനെ ഇന്ത്യയുടെ വലിയ വിജയങ്ങൾക്ക് ഒപ്പം നിന്ന ഒരു താരമാണ് അശ്വിൻ. ടെസ്റ്റിലാകട്ടെ അശ്വിന്റെ നേട്ടം അല്പം കൂടി നിറമുള്ളതാണ്. കാരണം 38-ാം വയസ്സിൽ അദ്ദേഹം വിരമിക്കുമ്പോൾ 37 തവണ 5 വിക്കറ്റ് നേട്ടം സ്വന്തമാക്കിയ ഒരു താരമാണ് അശ്വിൻ. അത് തന്നെ ലോക ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ രണ്ടാമത്തെ താരമാണ്. അതായത് മുത്തയ്യ മുരളീധരന് തൊട്ടു പിന്നിൽ രണ്ടാം സ്ഥാനം ഇപ്പോഴും അലങ്കരിക്കുന്ന ഒരു താരമാണ്. അത്തരത്തിൽ പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ബൗളിംഗ് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ബാറ്റിംഗും ഇന്ത്യക്ക് ഏറ്റവും പ്രധാനപ്പെട്ട. ഈ സമയത്ത് പോലും, വിരമിക്കുമ്പോൾ പോലും ലോകത്തിലെ ഏറ്റവും മികച്ച ഓൾറൗണ്ടർമാരുടെ പട്ടികയിൽ ആദ്യ 5-ൽ നിൽക്കുമ്പോഴാണ് അശ്വിൻ വിരമിക്കൽ പ്രഖ്യാപിക്കുന്നത് എന്നത് കൂടി നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ഈ 38-ാം വയസ്സിലും ഒരു ഓൾറൗണ്ടർ എന്ന തലത്തിൽ, ടെസ്റ്റ് ക്രിക്കറ്റിലെ ഓൾറൗണ്ടർ എന്ന തലത്തിൽ ആദ്യ 5-ൽ ഇപ്പോഴും അശ്വിന്റെ സ്ഥാനം ഉണ്ട്. 14 വർഷം നീണ്ട കരിയറിൽ അത്രമാത്രം മികച്ച വിജയങ്ങൾ ഇന്ത്യക്ക് സമ്മാനിച്ച ഒരു താരം. അത് അപ്രതീക്ഷിതമായി, ഇങ്ങനെ ആയിരുന്നില്ല അശ്വിന്റെ ഒരു വിരമിക്കൽ വേണ്ടത് എന്ന് നമുക്കറിയാം. പ്രത്യേകിച്ച് അശ്വിന്റെ ഒരു വിരമിക്കൽ പ്രഖ്യാപനം ഉണ്ടായപ്പോൾ ഗാബ ടെസ്റ്റിന്റെ സ്ക്രീനിൽ നമ്മൾ കാണുന്നുണ്ടായിരുന്നു വിരാട് കോഹ്ലിയൊക്കെ വളരെ വൈകാരികമായി കണ്ണീരോടെ നിൽക്കുന്ന ഒരു ചിത്രം ഇപ്പോൾ കാണുന്നുണ്ടായിരുന്നു. ആ തരത്തിൽ അശ്വിൻ ഇന്ത്യൻ ക്രിക്കറ്റിന് സംഭാവന ചെയ്തത് ഓർക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കരിയർ, അത്രമാത്രം മികച്ച ഒരു കരിയർ നമുക്കുണ്ട്. അദ്ദേഹം എന്തായാലും കരിയർ അവസാനിപ്പിക്കുകയാണ്, അന്താരാഷ്ട്ര കരിയർ അവസാനിപ്പിക്കുകയാണ്. ഇന്ത്യക്കായി മികച്ച നേട്ടങ്ങൾ ഒരുപാട് സംഭാവന ചെയ്ത ഒരു താരം. പ്രത്യേകിച്ച് ടെസ്റ്റ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തവണ പരമ്പരയുടെ താരമായ റെക്കോർഡ് ഇപ്പോഴും അശ്വിന്റെ പേരിലാണ്. ഇന്ത്യക്ക് ഒപ്പം വലിയ വിജയങ്ങൾ നേടിയെന്നത് മാത്രമല്ല, അതോടൊപ്പം ടെസ്റ്റിന് ഒപ്പം ഏകദിനത്തിലും 156 വിക്കറ്റുകൾ, ഏകദിനത്തിലും 2020-ൽ 72 വിക്കറ്റ് നേടിയ താരമാണ്. എന്തായാലും അശ്വിനെ ഇനി നമ്മൾക്ക് കാണാനാകുക IPL-ലാണ്. IPL-ൽ ഈ അവസാനം കഴിഞ്ഞ മാസം നടന്ന IPL ലേലത്തിൽ പോലും വലിയ നേട്ടം അശ്വിനിൽ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നത്, ചെന്നൈ വീണ്ടും അശ്വിനെ ടീമിലേക്ക് എത്തിക്കുന്നത് 9 കോടിക്ക് മുകളിൽ, 9,75,00,000 രൂപ മുടക്കി അശ്വിനെ ടീമിൽ എത്തിക്കുന്നത്. ഈ 38-ാം വയസ്സിലും അശ്വിന്റെ ക്രിക്കറ്റ് കരിയറിൽ ഒരുപാട് സംഭാവന ചെയ്യാനുണ്ട് എന്ന തരത്തിലാണ്. അങ്ങനെ IPL-ൽ അശ്വിൻ തുടരും. പക്ഷെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്ക് ഒരു വലിയ നഷ്ടം സംഭവിക്കുന്നു. അശ്വിൻ എന്തായാലും അദ്ദേഹത്തിന്റെ അന്താരാഷ്ട്ര കരിയർ അവസാനിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ പരമ്പര ഒരു നിർണായകമായ ഒരു സ്ഥലത്ത് എത്തി നിൽക്കുന്നു. പ്രത്യേകിച്ച് ഇനിയും 2 മത്സരങ്ങൾ പരമ്പരയിലുണ്ട്. ഈ 3 മത്സരങ്ങൾ അവസാനിക്കുമ്പോൾ 1-1 എന്ന നിലയിൽ ഇപ്പോൾ ഇന്ത്യയും ഓസ്ട്രേലിയയും ഒപ്പം നിൽക്കുകയാണ്. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഫൈനലിൽ എത്താൻ ഇന്ത്യക്ക് ഇനിയും 2 വിജയങ്ങൾ ആവശ്യമുണ്ട്. ആ ഘട്ടത്തിലാണ് അശ്വിന്റെ വിരമിക്കൽ വരുന്നത് എന്നത് തീർച്ചയായും അതൊരു ഞെട്ടിക്കുന്ന കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് 2 മത്സരങ്ങൾ ബാക്കി നിൽക്കെ ഈ ഒരു നിമിഷം എന്തിന് തെരഞ്ഞെടുത്തു എന്നത് ഇപ്പോഴും വ്യക്തമല്ല. അത് തുടർന്നുള്ള സമയങ്ങളിൽ അശ്വിൻ തന്നെ വ്യക്തമാക്കേണ്ടതാണ്. ഈ സമയം എന്തുകൊണ്ട് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തി എന്ന കാര്യം. എന്തായാലും BCCI അടക്കമുള്ള BCCI എന്തായാലും അല്പസമയം മുമ്പ് അശ്വിന് വലിയ ആശംസയൊക്കെ അറിയിച്ച് പോസ്റ്റ് പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും BCCI നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ടാകും എന്ന് തന്നെ കരുതുകയാണ്. എന്തായാലും ഇന്ത്യൻ ക്രിക്കറ്റിന് ഒരുപാട് സംഭാവനകൾ നൽകിയ ഒരു താരം ഈ പരമ്പരയുടെ ഇടയിൽ ഒരു വിരമിക്കൽ പ്രഖ്യാപനം തീർച്ചയായും അതൊരു അപ്രതീക്ഷിതമായ ഒരു കാര്യം തന്നെയാണ്. ഇനി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലേക്ക് എത്താൻ ഇന്ത്യക്ക് ഇനിയും വിജയം ആവശ്യമുണ്ട്. എന്തായാലും ഇന്നത്തെ മത്സരം സമനിലയിൽ അവസാനിക്കുകയും ചെയ്തു. ആതിര. ശരി, രുചീഷ് വി രവീന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്.